സർക്കാരിനെ പ്രശംസിച്ചതിൽ മലക്കം മറിഞ്ഞ് ശശി തരൂർ. സംരംഭം സംബന്ധിച്ച സർക്കാരിന്റെ കണക്കുകൾ യഥാർത്ഥമല്ല, സർക്കാരിന്റേത് അവകാശവാദം മാത്രമാണെന്നും കേരളത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വേണം എന്നുമാണ് ശശി തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ശശി തരൂർ ഇട്ടിരിക്കുന്ന എക്സിലെ പോസ്റ്റ്, അതിൽ കേരളാസ് റിയൽ MSME സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് കൂടി കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. 9 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന 42,000 ക്ലോഷേഴ്സ്, അതാണ് ഗ്രോത്ത് അവകാശപ്പെടുന്ന സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്ന യഥാർത്ഥ കണക്കെന്നും ശശി തരൂർ പറയുന്നു. ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വിവാദമായ പ്രശംസയ്ക്കുള്ള കൃത്യമായ മറുപടിയല്ലേ? സുജയ പാർവതി, ശശി തരൂരിന്റെ വിവാദ ലേഖനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളടക്കം വലിയ വിമർശനം ഉയർത്തിയിരുന്നു. തരൂർ സംസ്ഥാനത്തെ സർക്കാരിന്റെ വ്യവസായ നയത്തെ പ്രകീർത്തിച്ച് സംരംഭങ്ങൾ ഒട്ടേറെ സംസ്ഥാനത്ത് വരുന്നു, വലിയ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു, സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തിലെ മാറ്റം സംസ്ഥാനത്ത് പ്രതിഫലിക്കുന്നു, അതിന്റെ ഭാഗമായി ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾ വന്നു എന്നായിരുന്നു ലേഖനത്തിൽ പറഞ്ഞത്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ വിമർശിച്ചിട്ടും UDF അത് തെറ്റായ വിവരങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോലും തിരുത്താൻ തരൂർ തയ്യാറായില്ല. തുടർച്ചയായി താൻ എഴുതിയ ലേഖനം ന്യായീകരിക്കുകയായിരുന്നു. ഒടുവിൽ ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഒത്തുചേർന്ന് ഐക്യത്തിന്റെ കാഹളം മുഴക്കിയതിന് പിന്നാലെയാണ് തരൂർ ഇപ്പോൾ 9 വർഷത്തിനിടെ അടച്ചുപൂട്ടിയ 42,000-ലേറെ മിനി ചെറുകിട സംരംഭങ്ങൾ, അതിനെക്കുറിച്ചുള്ള വാർത്ത, ആ വാർത്ത പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് എക്സിൽ കുറിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള താൻ എഴുതിയ ലേഖനം അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്ന വിവരങ്ങൾ അതൊക്കെ അവകാശവാദങ്ങൾ മാത്രമാണെന്ന് ശശി തരൂർ കുറിക്കുന്നു. സംസ്ഥാനത്തെ കൂടുതൽ സംരംഭങ്ങൾ കടന്നുവരണം എന്ന നിലപാട് തരൂർ പറയുന്നു. അതിനൊപ്പം സർക്കാരിന്റെ നിലപാട് നല്ലതാണ്, പക്ഷേ ഇതൊക്കെ കണക്കുകൾ മാത്രമാണ്, അവകാശവാദങ്ങൾ മാത്രമാണെന്ന് തിരുത്തുകയാണ് തരൂർ. ഇത് പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാകാം പക്ഷേ നേരത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് തെറ്റായ കണക്കുകളാണ് സർക്കാർ പുറത്തുവിടുന്നത് പറഞ്ഞിട്ടും തിരുത്താൻ തരൂർ തയ്യാറായിട്ടില്ല. ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് തരൂർ വഴങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊരു എക്സിൽ പുതിയ നിലപാട് പങ്കുവച്ചത് എന്നും വിലയിരുത്തേണ്ടി വരും. ഏതായാലും തരൂർ തന്റെ നേരത്തെയുള്ള മുൻ നിലപാട് നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എക്സിൽ പോസ്റ്റ് വെച്ച ആ പത്രവാർത്ത. പത്രക്കട്ടിങ്ങിൽ പറയുന്നത് തന്നെ 9 വർഷത്തിനിടെ അടച്ചുപൂട്ടിയ സംരംഭങ്ങളെ, അതായത് ഇതിന്റെ കണക്ക് കൂടി കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ സംരംഭകരുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടുന്നു, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സംസ്ഥാനത്ത് നന്നാകുന്നു എന്നത് ഒരു ഭാഗത്ത് നമ്മൾ പറയുമ്പോഴും ഇവിടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ വാർത്തയിൽ പറയുന്നത് 1,03,764 ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. 42,179 മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSMEs പൂട്ടുന്നതിലൂടെ ഇത്രയും പേർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് സർക്കാരിന്റെ തന്നെ കണക്കാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൃശൂരിൽ 7,962 അടച്ചുപൂട്ടലുകളെങ്കിൽ എറണാകുളത്ത് 6,560, തിരുവനന്തപുരത്ത് 6,309 അടച്ചുപൂട്ടലുകളും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ അതുകൂടി ചർച്ചയാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു പത്രക്കട്ടിങ് കൂടി പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് എക്സിൽ തരൂർ ഇടുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അതിന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ 16,000-ലധികം ആളുകൾ ഈ പോസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് ക്വിക്ലി സ്പ്രെഡിംഗ് ആണ് ഇത്. കോൺഗ്രസിന്റെ കൂടി ആവശ്യപ്രകാരം, അതായത് UDF-നുള്ള സാധ്യതകൾ നഷ്ടമാക്കുന്ന തരത്തിൽ LDF-നെ, CPIM-നെ, പിണറായി വിജയനെ പുകഴ്ത്തരുതേ എന്ന റിക്വസ്റ്റിന്റെ കൂടി ഭാഗമായി ഈ കണക്കുകൾ തരൂർ പോസ്റ്റ് ചെയ്യുന്നു എന്ന് വേണ്ടേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ നമ്മൾ പറയാൻ? റോഷിപാൽ, സുജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് നേതൃത്വം ഏറെക്കാലമായി പറയുന്നതാണ് സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്ന്. കാരണം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് മലയാളികളടക്കം സംരംഭങ്ങളുമായി പോകേണ്ട ഒരു സാഹചര്യമാണ്. അത്രയും മോശമാണ് സംസ്ഥാനത്തെ സാഹചര്യം. സർക്കാരിന്റെ നിലപാടുകൾ, ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെ ഒരു വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നത്. ആ വിമർശനം നിലനിൽക്കുമ്പോഴാണ് ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെയും UDF-നെ വെട്ടിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു ലേഖനം എഴുതിയത്. അതിനെ നിഷേധിച്ചുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നിട്ട് പോലും തിരുത്താൻ തയ്യാറായില്ല. തരൂർ പാർട്ടിയോട് വിലപേശുകയാണെന്ന് അടക്കമുള്ള വിമർശനം ഉണ്ടായിരുന്നു. മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ചേക്കേറാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി നടക്കം കോൺഗ്രസ് നേതാക്കൾ സംശയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നിലപാട് തിരുത്തുമ്പോൾ, മാത്രമല്ല പിണറായി വിജയനെ പ്രകീർത്തിക്കുമ്പോൾ സംസ്ഥാനത്ത് വലിയ വികസന നേട്ടങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് അധികകാലമില്ലാത്ത ഈ സമയത്ത് LDF അത് പ്രചാരണായുധമാക്കുമെന്ന്
വിമർശനവും ശക്തമായി ഉയർന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഏതാണ്ട് 1.25 വർഷത്തിനിടയിൽ നടക്കാനിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് റോഷിപാൽ. ഇതിൽ ശശി തരൂർ കൂടുതലായി MSMEകളുടെ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന സർക്കാർ പറയുന്നതിനെ ഖണ്ഡിക്കുന്നതിനായി ഉദ്ധരിക്കുന്നത് ഇതിന്റെ അടുത്ത പേജിലുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ ഈ ഉദ്യം രജിസ്ട്രേഷൻ നിർബന്ധമാണ് ലോണുകൾക്ക് എന്ന് പറഞ്ഞപ്പോൾ കാലങ്ങളായി പ്രവർത്തനക്ഷമമല്ലാതെ കിടക്കുന്ന MSMEs വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ബിസിനസ് നന്നായാലോ എന്ന് കരുതി വീണ്ടും അത് രജിസ്ട്രേഷൻ പുതുക്കുന്നതടക്കം ചെയ്യുന്നു. അങ്ങനെ ഉദ്യമിലെ രജിസ്ട്രേഷൻ വരുന്നു. അപ്പോൾ ഇതുകൂടി കണക്കെടുത്തുകൊണ്ടാണ്, ഈ കണക്ക് വെച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ കൂടുതലായി രജിസ്ട്രേഷൻസ് വരുന്നു അല്ലെങ്കിൽ കൂടുതൽ കമ്പനികൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ അവതരിപ്പിക്കുന്ന കണക്ക് ശരിയാണ്, പക്ഷേ അതിൽ എത്ര എണ്ണം കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുന്നവയാണ് എന്നതുകൂടി പരിശോധിക്കപ്പെടണമെന്ന് തരൂർ പറയുന്നുണ്ട്. ഇതിന് വ്യവസായ മന്ത്രിയടക്കം മറുപടി പറയേണ്ടി വരില്ലേ? സുജയ, UDF നേതൃത്വം നേരത്തെയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാനത്തെ പെട്ടിക്കടകൾ, പുതുതായി തുടങ്ങുന്ന പെട്ടിക്കടകളെ പോലും ഈ സംരംഭമായി സ്റ്റാർട്ടപ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് വ്യവസായ മന്ത്രി ഇങ്ങനെ ഒരു കണക്ക് പറയുന്നത് എന്നായിരുന്നു ആക്ഷേപം. ആ ആക്ഷേപത്തെ അനുകൂലിച്ച് ഇപ്പോൾ നിലപാട് തരൂർ എടുക്കുന്നു എന്നതാണ് ഈ എക്സ്പോസ്റ്റിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇതിന് വ്യവസായ മന്ത്രി പി രാജീവാണ് വിശദീകരണം നൽകേണ്ടത്. കാരണം ശശി തരൂരിന്റെ ലേഖനം, വിവാദ ലേഖനം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് LDF ആണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അത് മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രിയും LDF കൺവീനർ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള തീർച്ചയായും ഇപ്പോൾ നോക്കൂ റോഷിപാൽ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുന്ന പ്രധാനപ്പെട്ട വിവരം, അതായത് MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം ഇതിനിടയിൽ വരുന്നുണ്ട്. MV ഗോവിന്ദൻ പറയുന്നത് ശശി തരൂരിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള MV ഗോവിന്ദന്റെ പ്രതികരണം കണ്ടാൽ 3ാം തവണയും LDF അധികാരത്തിൽ വരും. അത് അതിയായി വിശ്വസിക്കുന്ന ഒന്നാമത്തെയാൾ ശശി തരൂരാണ്, രണ്ടാമത്തെയാൾ മുല്ലപ്പള്ളിയാണ്, മൂന്നാമത് കോൺഗ്രസ്കാരാണ്, വീണ്ടും പ്രതിപക്ഷത്തിരിക്കുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നത് ശശി തരൂർ കേരളത്തിൽ ബിസിനസ് സൗഹൃദമായി മാറുന്നു, കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നു എന്നുള്ള സർക്കാരിന്റെ വ്യവസായ നയത്തെ, സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ, വികസനത്തെയൊക്കെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ്. പറഞ്ഞത് അന്ന് തിരുത്താമായിരുന്നു തരൂരിന്, അന്ന് തിരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ പുതിയ ഈ പത്രക്കട്ടിങ്ങുകളൊക്കെ പങ്കുവച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അന്നുണ്ടാക്കിയ ഡാമേജ് ഇല്ലാതാകുമോ റോഷിപാൽ? സുജയ, ഒരിക്കലും ആ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആ തരൂരിന്റെ ആ നിലപാട് അത് ആ വിവാദ ലേഖനത്തിൽ ഒതുങ്ങിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ ആ ലേഖനത്തെ ന്യായീകരിക്കുകയായിരുന്നു തരൂർ. അതിന്റെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ന്യായീകരിച്ചത്. മാത്രവുമല്ല, ആ കണക്കുകൾ തെറ്റാണെങ്കിൽ അത് വിശദീകരിക്കട്ടെ, അപ്പോൾ താൻ നിലപാട് പുനഃപരിശോധിക്കാം എന്നായിരുന്നു തരൂർ ആവർത്തിച്ചത്. ഏതായാലും ആ തരൂർ പറഞ്ഞ ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ലേഖനം സ്വാഭാവികമായും LDF ഒക്കെ കൃത്യമായി പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഏതാണ്ട് എല്ലാ പരിപാടികളിലും ശശി തരൂരിന്റെ വാക്കുകളാണ് ഉദാഹരണമായി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അല്ലെങ്കിൽ വ്യവസായ മേഖലയിലെ മുന്നേറ്റത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തരൂർ തിരുത്തിയതുകൊണ്ട് അതൊരു വലിയ നേട്ടമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല UDFനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു വെട്ടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വത്തെ, UDF നേതൃത്വത്തെ തരൂർ എത്തിച്ചത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് വഴങ്ങുകയാണ് തരൂർ. വലിയ സമ്മർദ്ദത്തിന് ഒടുവിലാകാം ഒരുപക്ഷെ ഇങ്ങനെ തന്റെ മുൻ നിലപാട് തിരുത്താൻ തരൂർ തയ്യാറാകുന്നത് എന്നും നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ ഇനി കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇങ്ങനെ നിലപാട് തിരുത്തിക്കൊണ്ട് തരൂരിന്റെ ഒരു എക്സ്പോസ്റ്റും വരുന്നത്. അതുകൊണ്ട് അതുമായി ചേർത്തുവെച്ച് ഇതിനെ വായിക്കേണ്ടി വരും. പക്ഷേ തരൂരിന്റെ ഈ പുതിയ പോസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ നിലപാട് മാറ്റം കൊണ്ട് അത് എത്രത്തോളം ഗുണകരമാകും എന്നറിയില്ല. എന്നാൽ പോലും ഇനി നേരത്തെയുള്ള നിലപാട് അത് തിരുത്തിയതിന്റെ വ്യക്തമായ കാരണം തരൂർ ദില്ലിയിൽ നടന്ന യോഗത്തിന് ശേഷം തരൂര് ഇതേ എക്സിലിട്ട പോസ്റ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോൾ വരുന്നുണ്ട് റോഷിപാൽ. ഈ യോഗം അവസാനിച്ചത് എൻഡഡ് ഇൻ എ സ്ട്രോങ് അഫർമേഷൻ ഓഫ് പാർട്ടി യൂണിറ്റി ആസ് വി ഹെഡ് ഇൻ ടു ദ ഇലക്ഷൻ സീസൺ എന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോകുമ്പോൾ ഐക്യം ഊട്ടിയുറപ്പിക്കണം. ഇനി ആരും പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിന് കേടുപാടുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തരുത് എന്ന കൃത്യമായ തിട്ടൂരം അത് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടി എന്നുള്ളത് പ്രതിഫലിപ്പിക്കുന്നത് കൂടിയല്ലേ തരൂരിന്റെ ഈ എക്സ്പോസ്റ്റ്? സുജയ, ഇതിൽ തരൂർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത് എന്നൊരു ചോദ്യമുണ്ട്. തനിക്ക് പാർട്ടിയിൽ പരിഗണന കിട്ടുന്നില്ല.
അതിൽ അതൃപ്തി കൊണ്ടാണ് തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത് എന്ന് തന്നെയാണ് തരൂരിന്റെ വിഭാഗം തന്നെ സമ്മതിക്കുന്നത്. അങ്ങനെയെങ്കിൽ തരൂരിന് ഒരുപക്ഷെ പാർട്ടിയിൽ പരിഗണന നൽകാമെന്ന ഉറപ്പ് ഹൈക്കമാൻഡിന് ലഭിച്ചതുകൊണ്ടാകാം ഇങ്ങനെ നിലപാട് തിരുത്തുന്നത് എന്ന ഒരു വിലയിരുത്തലും ഉണ്ടാകും. കാരണം തരൂർ അല്ലാതെ തരൂരിന്റെ ഒരു നിലപാട് അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടല്ല. നേരത്തെ സർക്കാരിനെ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട്, സർക്കാരിനെ ചില ഘട്ടങ്ങളിൽ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയിൽ അത് ദേശീയ നേതൃത്വത്തിലായാലും സംസ്ഥാന നേതൃത്വത്തിലായാലും താൻ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നു എന്ന പരാതി നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചത് തരൂർ. അല്ലാതെ തരൂർ ഇങ്ങനെ ഒരു വികസനത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു തന്റെ വ്യക്തിപരമായ നിലപാടെടുത്തതല്ല എന്ന വിമർശനം കോൺഗ്രസ് നേതാക്കളൊക്കെ ഉയർത്തിയിട്ടുമുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരുമായി സംസാരിച്ച് നിലപാട് തിരുത്തിക്കാൻ ശ്രമം നടത്തിയിട്ട് പോലും തരൂർ പിന്നോട്ട് പോയി. എന്തായാലും ഇക്കാര്യത്തിൽ ശശി തരൂർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് നേരത്തെ പറഞ്ഞ കണക്കിനെ വിമർശിക്കുകയും വേണം, എന്നാൽ പൂർണ്ണമായി താൻ പറഞ്ഞതിനെ തള്ളിക്കളയാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു നടുക്കടലിലാണ് ശശി തരൂർ എന്നതാണ് വാസ്തവം. റോഷിബ, ഇക്കാര്യത്തിൽ ശശി തരൂരിന്റെ പ്രതികരണം കിട്ടുമോ എന്ന് നോക്കൂ. ശശി തരൂരിന്റെ എക്സ്പോസ് ഇപ്പോൾ 3 മണിക്കൂറായി. നേതാക്കളുടെയൊക്കെ പ്രതികരണം ഇതിനകം വരേണ്ടതാണ്. Dismayed to see that the Kerala startup entrepreneurship story is not what's been reported. The only silver lining is that at least the government of Kerala's claims point to the right intentions. We need more MSME startups and not just on paper. Kerala must head this way എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആർട്ടിക്കിൾ, ഒരു പത്രക്കട്ടിംഗ് അദ്ദേഹം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്.